ഹലോ എവരിവൺ, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഹക്ക നൂഡിൽസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന സെയിം ടേസ്റ്റിലുള്ള നൂഡിൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 250 ഗ്രാം നൂഡിൽസ് എടുത്തിട്ടുണ്ട്. നമുക്കിത് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ചധികം വെള്ളം വെക്കണം, അല്ലെങ്കിൽ നൂഡിൽസ് വേവുമ്പോൾ കുഴഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി 1 ടീസ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നന്നായി തിളയ്ക്കുമ്പോഴത്തേനും നൂഡിൽസ് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. ഒട്ടും കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇപ്പം നൂഡിൽസ് ഇവിടെ കുക്കായിട്ടുണ്ട്. നമുക്കിതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റി കൊടുക്കാം. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടികട്ടിയുള്ള ഒരു കുറച്ച് വലിപ്പമുള്ള പാത്രം എടുക്കാം. ഞാനിവിടെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് പകരം സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എല്ലാതും ഞാൻ നീളത്തിൽ നൈസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു 7 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള നൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 വലിയ ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തതാണ്. 1/2 കപ്പ് കാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. വെജിറ്റബിൾസ് അധികം കുക്കാവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് വീതം പച്ച നിറത്തിലുള്ള ക്യാപ്സിക്കവും റെഡ് നിറത്തിലുള്ള ക്യാപ്സിക്കവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്പ്രിംഗ് ഓനിയൻ ഇട്ട് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ വിനേഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ, 1 കപ്പ് ചിക്കൻ എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചതാണ്. ഇനി 3 എഗ്ഗ് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് ഫ്രൈ ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് കൂടി ഇട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം പൊടിഞ്ഞു പോവാതെ മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ എല്ലാതും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന നൂഡിൽസിൻ്റെ സെയിം ടേസ്റ്റിലുള്ള നൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.